ഹായ്, വെൽക്കം ബാക്ക് ടു ഈസി ട്രേഡ്സ്. ഇത് ട്രേഡിംഗ് സൈക്കോളജിയിലെ ഫൈനൽ പാർട്ടാണ്. ഇത് ഞാൻ നിങ്ങൾക്ക് വിത്ത് ലൈവ് പ്രൂഫ്, ഞാൻ ലൈവായിട്ടൊരു ട്രേഡ് എടുത്ത് അതിലെങ്ങനെയൊക്കെയാണ് വർക്കൊന്ന് ചെയ്യുന്നത് എന്നുള്ള വ്യക്തമായിട്ട് കാണിച്ചുകൊണ്ടാണ് ഈ വീഡിയോസ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. ആക്ച്വലി ഇതിന് വീഡിയോ ഞാൻ ട്രേഡിങ് ഞാൻ രാവിലെ ചെയ്ത ശേഷം രാത്രിയിലാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് ഞാൻ എഡിറ്റ് ചെയ്ത് ഈ ഒരു വീഡിയോ കൂടെ അതിനകത്ത് ആഡ് ചെയ്യുന്നത്. കാര്യം അറിയാമല്ലോ, രണ്ടും ഒരുമിച്ച് പറ്റാത്തതുകൊണ്ടായിരുന്നു. ഞാൻ ആ ട്രേഡിങ് സമയത്ത് എനിക്ക് എന്തായാലും ഫേസ് ആൻഡ്സ് വീഡിയോ എടുക്കുക, രണ്ടും കൂടെ എടുക്കാമെന്ന് വെച്ചാൽ പോസിബിൾ ആവുന്ന കാര്യമില്ല. അതുകൊണ്ടാണ് രണ്ടായിട്ട് ചെയ്തത്. ഓക്കെ, നമുക്ക് ട്രേഡിങ്ങിൻ്റെ സൈക്കോളജി കുറച്ച് ടിപ്സ് കാര്യം സംസാരിച്ചിട്ട് നമ്മൾ ആ ലൈവ് വീഡിയോയിലേക്ക് പോകാം. ഓൾറെഡി ഞാൻ അടുത്ത ലൈവ് വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെടുത്ത ലൈവ് ട്രേഡ് എന്ന് പറഞ്ഞാൽ സെൻസെക്സ് 72,800 PE ആണ് എടുത്തത്. പക്ഷേ ആക്ച്വലി അതൊരു ലിക്വിഡിറ്റി ഫോമാകുന്ന ഏരിയയിലാണ് എൻട്രി എടുത്തത്. ഞാൻ ഒരിക്കലും അവിടെ എൻട്രി എടുക്കാൻ പോസിബിൾ ആവുന്ന ഏരിയ അല്ല. കാര്യം ഒരു ലിക്വിഡിറ്റി ഫോമായി അവിടെ നിന്നൊരു BSO MSO കിട്ടിയിട്ട് അവിടെ നിന്നൊരു പ്രൈസ് ആക്ഷൻ കൺഫർമേഷൻ കൂടെ എടുത്ത ശേഷമാണ് നമ്മളെപ്പോഴും എൻട്രി എടുക്കാനുള്ളത്. പക്ഷേ ഞാൻ ആ ലിക്വിഡിറ്റി ഏരിയയിൽ നിന്നൊരു എൻട്രി എടുത്തു. കാര്യം എന്ന് വെച്ചാൽ എന്തിനാണ് നമ്മളെ ഈ ട്രേഡിംഗ് സൈക്കോളജി എത്രത്തോളം ഈ മാർക്കറ്റിനകത്ത് വർക്കൗട്ട് ആവും എന്നുള്ളത് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ മുൻകൂട്ടി ഒരു എൻട്രി എടുക്കുന്നത്. ഈ എൻട്രിയിൽ നിങ്ങൾക്ക് അറിയാം, ആദ്യം പ്രോഫിറ്റ് ആവുന്നുണ്ട്, പിന്നെ ലോസ് ആവുന്നുണ്ട്, ഹ്യൂജ് ലോസ് പോകുന്നുണ്ട്, എന്നിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്, എന്നിട്ട് എന്താണ് എനിക്കൊരു ലെവലിൽ എനിക്കൊരു ആവശ്യമായ പ്രോഫിറ്റ് എത്തുമ്പോൾ ഞാൻ എക്സിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ടിപ്സ് ഒന്നുകൂടെ പറയാം, ഒരു 10 ടിപ്സ് നിങ്ങൾക്ക് ആദ്യമേ പറയാം. പറഞ്ഞതിന് ശേഷം ആ ടിപ്സ് എന്തൊക്കെ ഇതിനകത്ത് ഫോളോ ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾക്ക് ലൈവായിട്ട് കാണാം. ഓക്കെ, ഞാനെടുത്ത് ലൈവ് ട്രേഡിനകത്ത് കാണാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടത് ഇമോഷൻ കൺട്രോൾ ചെയ്യണം. അതായത് നമുക്ക് ലാഭമായാലും നഷ്ടമായാലും അത് നമ്മൾ ഇമോഷൻ കൺട്രോൾ, നമുക്കൊരു വ്യക്തമായ പ്ലാൻ ഇട്ടേക്കണം. ഇത്ര എമൗണ്ട് ടാർഗറ്റ്, ഇത്ര എമൗണ്ട് ലോസ് എന്നുള്ള കാര്യം പ്ലാൻ വ്യക്തമായിട്ട് എപ്പോഴും ഉണ്ടായിരിക്കും. വിത്ത് സ്റ്റോപ്പ് ലോസ് ഉണ്ടായിരുന്നു. അത് വെച്ചാൽ അത് കൺട്രോൾ, അത് 100% നമ്മൾ മൈൻഡ് സെറ്റ് ആക്കി എടുക്കേണ്ട ഒരു കാര്യമാണ്. ആ മൈൻഡിനകത്ത് അത് കറക്റ്റായിട്ട് ഉണ്ടായിരിക്കണം. ആ ഭയം ഒഴിവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാവത്തില്ല. നമുക്ക് ഇത്ര എമൗണ്ട് എന്നുള്ള ലോസ് നമ്മൾ അക്സെപ്റ്റഡ് ആണല്ലോ, ഇത്ര എമൗണ്ട് നമുക്ക് ട്രേഡിങ്ങിൽ നമുക്ക് ലോസ് ഉണ്ടാവും. നമുക്ക് എടുത്ത എൻട്രി പ്രോപ്പറാണ്, നമ്മൾ അനലൈസ് പ്രോപ്പറാണ്, നമുക്കത് വ്യക്തമായിട്ട് ധാരണ ഉണ്ട് അവിടെ വരെ മാർക്കറ്റ് പോകും എന്നുള്ളത്. സോ നമുക്ക് ആ വ്യക്തമായിട്ട് കുറച്ച് ലോസ് വന്നാൽ ടെൻഷൻ അടിക്കാതെ പാനിക്കാതെ വെച്ചുകൊണ്ടിരിക്കുക. അതുപോലെ പ്രോഫിറ്റ് വന്നാലും ചെറിയ പ്രോഫിറ്റിലല്ല എക്സിറ്റ് ചെയ്യാനുള്ള, നമ്മൾ ഉദ്ദേശിക്കുന്ന ഏരിയയിൽ എത്തുമ്പോൾ മാത്രം എക്സിറ്റ് ചെയ്യുക, അതുവരെ ഹോൾഡ് ചെയ്യുക. അത് ഈ ലൈവ് ട്രേഡിനകത്ത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും, നോക്കിക്കോളൂ. പിന്നെ ഒരു കാര്യം നമ്മൾ എന്താണ് നമുക്ക് ഒരു എൻട്രി പ്ലാൻ ചെയ്തിരിക്കണം. ഒരു എൻട്രി എടുക്കണം, എവിടെ നിന്ന് എടുക്കണം, എങ്ങനെ എടുക്കണം എന്നുള്ള വ്യക്തമായിട്ട് പ്ലാൻ ചെയ്യാം. മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ഈ എൻട്രി എന്ന് പറഞ്ഞാൽ ഇത് എടുക്കേണ്ട ഏരിയയിലല്ല എൻട്രി എടുത്തിരിക്കുന്നത്, ഇത് ലിക്വിഡിറ്റി ഫോം ആവുന്ന ഒരു ഏരിയയിലാണ് നടക്കുന്നത്. നോക്കിക്കോളൂ, ലിക്വിഡിറ്റി ഫോം ആയിക്കൊണ്ടിരിക്കുന്നുണ്ടോ, ഇവിടെയാണ് ഞാൻ ഇതിൻ്റെ എൻട്രി എടുത്തിരിക്കുന്നത്. പക്ഷേ എൻട്രി ഇവിടെ നല്ല എൻട്രി എടുക്കണം. ഇവിടെ നിന്ന് വോളിയം അനാലിസിസ് നോക്കണം, നമുക്കൊരു BSO MSO കിട്ടണം, ഒരു പ്രൈസ് ആക്ഷൻ എന്തെങ്കിലും നോക്കണം, എവിടെ നിന്നാണ് സപ്പോർട്ട് റെസിസ്റ്റൻസോ എടുക്കുന്നതെന്ന് നോക്കണം. ഇതെല്ലാം കഴിഞ്ഞ് മൂവ് ചെയ്യുമെന്ന് തുടങ്ങുമ്പോഴാണ് അവിടെ നമ്മൾ എൻട്രി എടുക്കണം. പക്ഷേ മുൻകൂട്ടി എൻട്രി എടുത്തതെന്ന് വെച്ചാൽ ഈ നമുക്ക് ട്രേഡിങ്ങിനകത്തുള്ള ഈ ട്രേഡിംഗ് സൈക്കോളജി ക്ഷമ എത്രത്തോളം വേണ്ടി വരും എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഈ ട്രേഡിനകത്ത് വളരെ വ്യക്തമായിട്ട് അറിയാം. പ്രോഫിറ്റ് ആവുന്നുണ്ട്, ലോസ് ആവുന്നുണ്ട്, ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവാണ്, നമുക്ക് നോക്കാം. പിന്നെ അത് നല്ല ഓവർ ട്രേഡിങ്ങിൽ ഓവർ ട്രേഡിങ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒത്തിരി ടൈം. നിങ്ങൾ പറഞ്ഞിട്ട് ഓവർ ട്രേഡിങ് ചെയ്യാനേ പാടില്ല. എന്നുവെച്ചാൽ ഒരു ട്രേഡ് എടുത്ത് ലോസായാൽ നിങ്ങൾക്ക് അന്ന് മാനസികമായിട്ട് ഓവർ ട്രേഡിങ്ങിനെ പറ്റി, റിവെഞ്ച് ട്രേഡിനെ പറ്റി ടെൻഡൻസി വരും. സോ അന്ന് സിസ്റ്റം ഓഫ് ചെയ്യാൻ നോക്കും, ട്രേഡ് ചെയ്യാതിരിക്കാൻ നോക്കാം. അപ്പോൾ അത് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ നമ്മൾ താരം പറഞ്ഞു ട്രേഡ് ചെയ്യാതിരിക്കണം നോക്കുന്നുള്ളൂ. സോ നമുക്ക് ഒറ്റ ട്രേഡിൽ മൈൻഡ് സെറ്റ് ആക്കിയിട്ട് ട്രേഡിങ്ങിന് ഇറങ്ങാം. അത് അന്ന് പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും ഞാൻ അത്രേ ചെയ്യുന്നുള്ളൂ. എത്ര ലോസ് അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ്. എനിക്ക് ഡെയിലി 2000 ലോസ് എനിക്ക് ഓക്കെയാണ്. നിങ്ങൾക്ക് 2000 ലോസും വന്നു കഴിഞ്ഞു, പിന്നെ നിങ്ങൾ എന്താണ് മാർക്കറ്റിൽ ഇരിക്കരുത്. ആ സ്ഥലത്ത് എനിക്ക് 5000 പ്രോഫിറ്റ് ഡെയിലി വേണം. 5000 പ്രോഫിറ്റ് വന്നു കഴിഞ്ഞു മാർക്കറ്റ് ഇരിക്കരുത്. അതായത് 1:2 റിവാർഡ് റേഷ്യോയിൽ എപ്പോഴും പ്ലാൻ ചെയ്ത് വേണം എൻട്രി എടുക്കാനുള്ളത്. സോ നിങ്ങളെ ഒരു ചെറിയ ക്യാപിറ്റൽ വെച്ചിട്ട്, ഒരു 1 ലക്ഷം ക്യാപിറ്റൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഡെയിലി 10,000, 20,000, 30,000, 50,000 വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ട്രേഡിൻ്റെ സൈക്കോളജി ഡിസിപ്ലിൻ ഫോളോ ചെയ്തിരിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾ ഫെയിലറാണ്. ഒരിക്കലും മാർക്കറ്റ് സ്റ്റാർട്ട് നിൽക്കാൻ പറ്റത്തില്ല. പിന്നെ ലോസ് പറ്റുന്നറിയാം, ലോസ് എന്ന് പറയുമ്പോൾ അക്സെപ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ, ലോസ് മാർക്കറ്റിലുള്ളതാണ്, നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. പക്ഷേ അതെന്താണ്, ആ റിസ്ക് മാനേജ്മെൻറ്റ് റേഷ്യോ കറക്റ്റാണെങ്കിൽ ഡസിൻ്റെ മാറ്റർ. നിലവിലേക്ക് ഉണ്ടോ? അപ്പോൾ നമുക്ക് ലോസ് 24,800 ലോസ് വന്നിട്ടുണ്ട്. എനിക്ക് ഓൾറെഡി 1.8% ലോസാണ്. പക്ഷേ ഞാൻ ഹോൾഡിങ്ങിലാണ്. ഇത് എവിടം വരെ പോകും നിങ്ങൾ നോക്കിക്കോളാം. എൻ്റെ അനലൈസ് അത് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ ഞാനിന്ന് ലോസ് ബുക്ക് ചെയ്ത് പിന്നെ 2 ലക്ഷം രൂപ വരുന്നത്. പക്ഷേ എൻ്റെ അനലൈസ് പ്രോപ്പർ ആയതുകൊണ്ടും എൻ്റെ ട്രേഡിങ്ങിൻ്റെ ക്ഷമ എന്താണ്, ട്രേഡിങ്ങിനകത്ത് സൈക്കോളജി എവിടെയൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന കാര്യം വ്യക്തമായിട്ട് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, പിന്നെ 66,000 ലോസ് കേട്ടോ.
ഞാൻ കട്ട് ചെയ്ത് മാറ്റണം. അതിന് ശേഷം 1 മണിക്കൂർ ഇത് ഞാൻ ഹോൾഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ഈ ട്രേഡ്. നമുക്കൊരു ലിക്വിഡ് ഫോമാൾ ഏരിയയിൽ നിന്ന് ഒരു മാർക്കറ്റ് മൂവ് ആണെങ്കിൽ കുറച്ച് ടൈം എടുക്കും. ഞാൻ ലിക്വിഡ് ഫോമായി തുടങ്ങിയപ്പോൾ എൻട്രി എടുത്തു. അതായത് പേഷ്യൻസ് എന്തിനാണ് നിങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. 70,000 ലോസാണ്. 70,000 ലോസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ റിസ്ക് മാനേജ്മെൻറ്റ് കാര്യം പറഞ്ഞല്ലോ, 1:1:2 റിസ്ക് റിവാർഡ് റേഷ്യോ എപ്പോഴും കീപ്പ് ചെയ്തേ പ്രശ്നമൊന്നുമില്ല. ഇതിനകത്ത് ഞാൻ 5% വരെ 6% വരെ ഞാൻ റിസ്ക് എടുക്കുന്നുണ്ട് ലോസിന് ഈ ട്രേഡിനകത്ത്. നിങ്ങൾ നോക്കിയാൽ അറിയാം. പിന്നെ എപ്പോഴും നമുക്കൊരു മാർക്കിനകത്തൊരു സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കണം. നമ്മൾ സ്റ്റെബിലിറ്റിയാണ്. നമ്മൾ ഇന്ന രീതിയിലാണ് ട്രേഡ് എടുക്കുന്നത്, ഇന്ന ഏരിയയിൽ നിന്ന് ട്രേഡ് എടുക്കുന്നത്, ഇങ്ങനെ ചെയ്യുള്ളൂ, എനിക്ക് ഇത്ര പ്രോഫിറ്റ് ഇത്ര ലോസ് എന്നുള്ള കാര്യങ്ങളൊക്കെ കൺസിഡറായിട്ട് നിങ്ങൾക്കൊരു ഉറപ്പ് വേണം. അല്ലാതെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ട്രേഡിൽ സിസ്റ്റത്തിൽ കയറി ഇടുന്നത് നിങ്ങൾ നല്ലൊരു ട്രേഡർ ആവത്തൊന്നുമില്ല. വളരെ കുറച്ച് ടൈം മാത്രം ട്രേഡിങ്ങിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ മതി. കൂടുതൽ ടൈമിൽ ട്രേഡിങ്ങിൽ നിന്ന് സ്പെൻഡ് ചെയ്യാനേ ഇരിക്കരുത്, നിങ്ങൾ ഫെയിലായി പോകും. ഓക്കെ, അതൊരു പ്രൊഫഷണൽ ട്രേഡറിൽ പോലും ഫുൾ ടൈം ഒരിക്കലും മാർക്കറ്റിൽ ഇരിക്കത്തില്ല. അവർക്ക് അവരുടെ ടൈം ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് അല്ലെങ്കിൽ അവർക്കൊരു ടാർഗറ്റ് ഉണ്ടാവും. ആ ടാർഗറ്റ് അല്ലെങ്കിൽ എന്താണ് സ്റ്റോപ്പ് ലോസ്. അത് ഏതെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ സിസ്റ്റം ക്ലോസ് ചെയ്യും. ഞാൻ എൻ്റെ സമയം ഞാൻ കൂടിപ്പോയി 1-2 മണിക്കൂറിന് മുകളിൽ അല്ലെങ്കിൽ 3-4 മണിക്കൂറാണ് മാക്സിമം എൻ്റെ ട്രേഡിംഗ് സെറ്റപ്പിന് ഫുള്ളിരിക്കുന്നത്. അത് എനിക്ക് വേണ്ടി ട്രേഡിങ് ഞാൻ ഒരിക്കലും ഞാൻ 1 മണിക്കൂർ കൂടുതൽ ഇരിക്കാറില്ല. കാരണം ഒരു ട്രേഡിങ് ഒരു 1/2 മണിക്കൂർ കൂടുതൽ ഹോൾഡ് ചെയ്യാറില്ല. കാര്യം ഓപ്ഷൻസ് അങ്ങനെ ഹോൾഡ് ചെയ്യരുത്. അതാണ് സേഫ് എന്ന് പറഞ്ഞാൽ. എപ്പോഴും ഓപ്ഷൻസ് പെട്ടെന്ന് വിറ്റ് ഒഴിവാക്കുക. 20 to 30 മിനിറ്റകത്ത് അത്യാവശ്യം നല്ല പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എക്സിറ്റ് വിടുക. വെച്ചുകൊണ്ടിരിക്കാതിരിക്കുക. അത് ഈ ട്രേഡിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം വേറൊന്നുമില്ല, നിങ്ങൾക്കൊരു റൈറ്റ് പ്ലാനില്ല, റൈറ്റ് മൈൻഡ് സെറ്റ് ഇല്ല. നിങ്ങൾക്കൊരു ഈ പറഞ്ഞ മൈൻഡ് സെറ്റ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ സ്ട്രാറ്റജി ഉപയോഗിച്ചാലും നിങ്ങൾ മാർക്കറ്റിൽ സക്സസ് ആവത്തില്ല. എന്തൊക്കെ മെമ്പർഷിപ്പ് എടുത്താലും സക്സസ് ആവത്തില്ല. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ പോയിന്റ് ബൈ പോയിൻ്റ് ആയിട്ട് നോട്ട്. ഇതെല്ലാം ഞാൻ മുമ്പത്തെ വീഡിയോ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ കാണാം. വീണ്ടും ഉണ്ടോ ഓൾ പ്രോഫിറ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. എത്ര വരെ ലോസ് പോയി നിങ്ങൾ കണ്ടല്ലോ. 27,000, 43,000 പ്രോഫിറ്റാണ്. 60,000 പ്രോഫിറ്റ് ആയിട്ടുണ്ട്. 54,000, 62,000, 58,000. പ്രോഫിറ്റ് കൂടിയും കുറഞ്ഞിങ്ങനെ നിൽക്കും. പോൾഡ് നമുക്ക് റിട്ടേൺസ് ആണെങ്കിൽ 3.1% വന്നിട്ടുണ്ട് നിലവിൽ. പക്ഷേ ഇത് അല്ല നമുക്കുണ്ട്. നമ്മൾ ഓൾറെഡി റിസ്ക് എടുത്ത് എത്ര വരെയാണ് 6% കിട്ടി. ഏകദേശം 1,00,000 സംതിങ് വരെ റിസ്ക് എടുത്തിട്ടില്ലേ. അപ്പോൾ ആ റിസ്ക് റിവാർഡ് റേഷ്യോ ശരിയാവണ്ടേ? വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ എങ്ങനെ വെയിറ്റ് ചെയ്യും കാണാം. പ്രോഫിറ്റ് കുറയുന്നുണ്ട്. നമുക്ക് ലിക്വിഡിറ്റി ഏരിയയിലാണ് നിൽക്കുന്നത്. ലിക്വിഡിറ്റി ഏരിയ എന്ന മാർക്കറ്റ് മൂവായാൽ മാത്രമാണ് നമുക്കെപ്പോഴും ഈ പറഞ്ഞ ഒരു എൻട്രി പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. ലിക്വിഡിറ്റി ഏരിയയിൽ ഒരിക്കലും പോയി എൻട്രി പ്ലാൻ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇത് 52 മിനിറ്റ് നീണ്ടൊരു ട്രേഡാണ്. അതായത് ഞാൻ എടുത്തിട്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായി 52 മിനിറ്റും ഒരു ട്രേഡ് ഹോൾഡ് ചെയ്തു. ആ ഒരു ട്രേഡാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് എഡിറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഞാൻ കുറേ കട്ട് ചെയ്തൊക്കെ മാറ്റിയാണ് ഈ വീഡിയോ ഞാൻ ഈ രീതിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഒരു ലെവലിൽ നിന്നൊരു ലോസ് വരെ പോകുന്നു, പിന്നെ ഒരു പ്രോഫിറ്റ് കയറി തുടങ്ങുന്നത് അവിടെ കട്ട് ചെയ്ത് മാറ്റിയാണ് എടുക്കുന്നത്. പക്ഷേ എന്നിട്ട് ഞാൻ എന്താണ് ലോസ് വരെ എത്ര വരെ ലോസ് ഞാൻ എൻ്റെ റിസ്ക് റിവാർഡ് റേഷ്യോയിൽ ഞാൻ പാലിച്ചു. എന്ന് വെച്ചാൽ എൻ്റെ ടാർഗറ്റ് എവിടം വരെ ഞാൻ കൊണ്ടുപോകും എന്നുള്ള കാര്യം വ്യക്തമായിട്ട് വീഡിയോയ്ക്കതുണ്ട്. അതാണ് മെയിനായിട്ട് വേണ്ടത്. ആ സമാധാനം എനിക്കില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ലോസ് ഞാൻ എക്സിറ്റ് ചെയ്യേണ്ടി വന്നേനെ, അല്ലെങ്കിൽ എനിക്ക് സമാധാനം ഇല്ലെങ്കിൽ ചെറിയൊരു പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അത് എക്സിറ്റ് ചെയ്തേനെ. രണ്ടും ചെയ്തിട്ടില്ല. എൻ്റെ റിസ്ക് റിവാർഡ് റേഷ്യോ വ്യക്തമായിട്ട് ഞാൻ പാലിച്ചിട്ടുണ്ട്. 6% ലോസും പാലിച്ചിട്ടുണ്ട്, റിസ്ക് ഞാൻ എടുത്തിട്ടുണ്ട്. 12% എൻ്റെ ടാർഗറ്റ് ഞാൻ വെച്ചിട്ട് ആ 12% എക്സിറ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷേ അതിനുശേഷം ഞാൻ അവിടെ എക്സിറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എന്ത് സംഭവിച്ചെന്ന് വരെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. കാരണം ലിക്വിഡിറ്റി ഫോമായി ഡൗൺ ട്രെൻഡ് വരുമെന്ന് വിചാരിച്ച നമ്മൾ എനിക്ക് ഓൾറെഡി ഡൗൺ ട്രെൻഡിലോട്ട് വന്നു. ഒരു ബിയോസ് കിട്ടിയ ശേഷം എന്താ സംഭവിച്ചെന്ന് അറിയാമോ? അത് ആ സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായിരിക്കും ഇത്തിരി ബെറ്റർ. അത് ഇതിനകത്ത് റെക്കോർഡ് ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞില്ല, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ പറഞ്ഞാൽ കുഴപ്പമില്ല. ആ ബിയോസ് കിട്ടി വരുമ്പോൾ റീട്രേസ്മെൻറ്റ് ഒരു ചാൻസ് ഉണ്ട് മാർക്കറ്റ്. അപ്പോൾ തന്നെ ആ ബിയോസ് കിട്ടി റീട്രേസ്മെൻറ്റ് വരുന്നതിന് മുമ്പ് ഞാൻ എക്സിറ്റ് ചെയ്തു. സോ എനിക്ക് 12% എനിക്ക് റിട്ടേൺസ് ഓൾറെഡി കിട്ടി. ഓൾറെഡി 30% അടുപ്പിച്ച് കിട്ടി എനിക്ക്. 15 അടുപ്പിച്ച് എനിക്ക് 15% ആണ് ബുക്കിംഗ് നടത്തിയിരിക്കുന്നത്. എനിക്ക് റിട്ടേൺസ് കിട്ടി. ഞാൻ എന്ത് ചെയ്തു? ഞാൻ അവിടെ എക്സിറ്റ് ചെയ്തു. പക്ഷേ സംഭവിച്ചതെന്താണ്? അവിടെ ഒന്ന് റീട്രേസ്മെൻറ്റ് എടുത്ത് റീടെസ്റ്റ് എടുത്തിട്ട് വീണ്ടും മാർക്കറ്റ് എന്നിട്ട് ഓർഡർ ഫ്ലോ ഒക്കെ ക്രിയേറ്റ് ആക്കി ആ മൂവ്മെൻറ്റ് എടുത്തു മാർക്കറ്റ്. ഞാൻ റൈറ്റ് ടൈമിൽ എക്സിറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഓൾറെഡി 15% റിട്ടേൺ വന്നാൽ എനിക്ക് ലോസ് ചിന്തിക്കുന്നതിന് മുകളിൽ. കാര്യം ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഇത്രയും പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് ഞാൻ സ്റ്റോപ്പ് ലോസ് വയ്ക്കാൻ കോൺഫിഡൻ്റ് ആയിട്ട് ഈ ഒരു ട്രേഡിനെ ഞാൻ എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്.
മനസ്സിലായോ? ഈ ട്രേഡ് എക്സിക്യൂട്ടീവുള്ള കാരണം അത് തന്നെയാണ്. അപ്പം ഇതുപോലെ നിങ്ങൾക്കും ആവണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ മൈൻഡ് സെറ്റ് ശരിയാക്കുക. ഈ മൈൻഡ് സെറ്റ് ശരിയായില്ലെങ്കിൽ ഒരു കാര്യമൊന്നുമില്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഓരോ വീഡിയോ എന്തിടും, ഞാൻ ലൈവ് ട്രേഡ് എടുത്താൽ നിങ്ങൾക്ക് കാണിച്ചു തരണം. അല്ലാതെ ഒരു റീപ്ലേ കാണിച്ചിട്ടല്ല, ഒരു ചാർട്ട് എടുത്ത് വെച്ചിട്ട് റീപ്ലേ കാണിക്കുമല്ലോ. അതായത് നമ്മുടെ ഓർഡർ ബ്ലോക്കിൽ വന്നു, റീടെസ്റ്റ് എടുത്തു, മാർക്കറ്റ് മുന്നോട്ട് പോയി, എൻ്റെ ടാർഗറ്റ് എടുത്തു എന്ന് പറഞ്ഞിട്ട് അതെന്താ റീപ്ലേ ആണ്. അത് ഓൾറെഡി റീപ്ലേ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ചാർട്ടിന് ഒരു ഏരിയ കൊണ്ട് വെച്ചിട്ട് റീപ്ലേ അടിക്കും. അപ്പോൾ അവിടെ ചാർട്ട് വീണ്ടും മൂവ് ചെയ്ത് തുടങ്ങും. പക്ഷേ ലൈവ് ചാർട്ടല്ല, പ്രീവിയസിലുള്ള ചാർട്ടിന് റീപ്ലേ ചെയ്യുന്നതാണ്. അത് എല്ലാവരെ കൊണ്ടും കഴിയും. ഇതാണ് എല്ലാവരും കണ്ടിട്ട് ഈ ബിഗിനേഴ്സ് എന്ന് പറയാം ഭയങ്കര ആക്രോസി ആണല്ലോ എന്ന് പറഞ്ഞിട്ട് പല കുഴികളിലേക്ക് ചെന്ന് വീഴുന്നത്. ആക്ച്വലി അതല്ല ഒരിക്കലും. ശരിക്കും റിയൽ ടൈം ട്രേഡിനകത്ത് ചാർട്ടിൽ ട്രേഡ് ചെയ്ത് വിത്ത് പ്രോഫിറ്റ് ലൈവായിട്ട് കാണിക്കാൻ പറ്റുന്നവർ ചൂസ് ചെയ്യാൻ നോക്കാം. അത് അവരുടെ റിസ്ക് റിവാർഡ് റേഷ്യോ നോക്കാം, എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് മറ്റേ അവരുടെ പേഴ്സണൽ മെമ്പർഷിപ്പ് എടുക്കാം. അല്ലാതെ ആരും പോയി തലവെച്ച് എടുക്കരുത്. ഇപ്പോൾ കുറേ ഗ്രൂപ്പുകൾ മല്ലൂസ് തന്നെ ഉണ്ട്, 5 പോയിൻറ്റ് 10 പോയിൻറ്റ് പോയി കൊടുത്തിട്ടൊക്കെ ടാർഗറ്റ് അടിച്ചെന്ന് പറയുന്നത്. ഒരു പിയിലെയും കൊടുക്കും, സിയിലെയും കൊടുക്കുന്നുണ്ട്, രണ്ടും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരെണ്ണം ആക്റ്റീവാകുമ്പോൾ അത് ആക്റ്റീവായത്. ഒരു ബിഗിനറായ അവർക്ക് എങ്ങനെയാണ് പ്രോഫിറ്റ് ആവുന്നത്? അവർ എവിടെ പോയി എൻട്രി എടുക്കും? അതൊക്കെ സിയും പിയും പോയി എൻട്രി എടുത്ത് വെക്കേണ്ടി വരില്ലേ? 5 പോയിൻറ്റ് 10 പോയിൻറ്റ് കഴിയുമ്പോൾ ആക്റ്റീവായി പ്രോഫിറ്റ് പോയി, അടുത്ത കഴിഞ്ഞാൽ പി ആക്റ്റീവായി. സിമ്പിളാണ്. ഞാൻ ഒരുപാട് ഗ്രൂപ്പ് ഞാനിതൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയ പേയ്മെൻറ്റൊക്കെ വാങ്ങിച്ചാണ് ചെയ്യുന്നത്. വലിയ പേയ്മെൻറ്റൊന്നും വാങ്ങിക്കില്ല, 2000 3000 വാങ്ങിച്ചാണ് ചെയ്യുന്നത്. പിന്നെ 10,000 25,000 50,000 വാങ്ങിച്ച് വേറെ ടീമിൽ കൊണ്ട് അതും പ്രോഫിറ്റ് ആണെന്ന് വെച്ചാൽ അതും പ്രോഫിറ്റ് അല്ല. ഞാൻ പറഞ്ഞില്ല, എന്തായിരുന്നാലും മൈൻഡ് സെറ്റ് ശരിയായാൽ മാത്രമാണ് നമുക്ക് പ്രോഫിറ്റ് ആവത്തുള്ളൂ. ഇപ്പോൾ എൻ്റെ ഉണ്ട് ഓൾറെഡി 80,000 88,000 പ്രോഫിറ്റിൽ എത്തിയിട്ടുണ്ട് മാർക്കറ്റ്. കണ്ടു, എനിക്ക് ഓൾറെഡി 3.something% ആയിട്ടുള്ളൂ. സ്റ്റിൽ ഞാൻ ഹോൾഡിങ്ങിലാണ്, കൂളായിട്ടിരിക്കുന്നത്. എനിക്കൊരു പ്രശ്നവുമില്ല. അന്ന് എനിക്ക് ആക്ച്വലി എനിക്ക് ഇതിൻ്റെ എക്സ്ട്രാ ഒരു ക്യാമറ റെക്കോർഡിങ് ഉണ്ടായിരുന്നു. ഞാൻ ഫുൾ ലൈവായിട്ട് ഞാൻ യൂട്യൂബിലിത് ലൈവ് ടെലികാസ്റ്റ് ആയിട്ട് ഞാൻ തന്നെ വിത്ത് സ്ക്രീൻ റെക്കോർഡിങ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. കാര്യം എൻ്റെ ഒരു വ്യക്തമായ പ്ലാനിങ് എനിക്ക് ഞാൻ എൻ്റെ അനലൈസ് പ്രോപ്പറായിട്ട് അത് നമ്മൾ സംഭവിക്കാൻ വന്നതാണ്. അത് അതിൻ്റെ സന്തോഷം വേണം. കാരണം നമുക്ക് അനലൈസ് തെറ്റുമ്പോഴാണ് നമ്മൾ എന്താണ് അത് എവിടെ തെറ്റി എന്നുള്ള കാര്യം പഠിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഈ അനലൈസ് തെറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം പഠിച്ചതിന് എവിടെയാണ് ഇത് തെറ്റിയെന്ന് പഠിച്ചതിന്, തെറ്റിയിട്ട് അവിടെ ഞാൻ റെക്ടിഫൈ ചെയ്ത് അവിടെ ഞാൻ ക്ലിയർ ചെയ്യും എന്താണ് എനിക്ക് ഇഷ്യൂ പറ്റിയെന്നുള്ളത്. സോ എനിക്കിതിനകത്ത് എൻ്റെ അനലൈസ് ഇതുവരെ അങ്ങനെ വല്ല പ്രശ്നങ്ങളും വന്നിട്ടില്ല. എന്നാൽ പോലും ചില സമയങ്ങളിൽ പറയാൻ പറ്റും, ട്രെയിനിങ്ങാണ് പറയാൻ പറ്റും, ചില സമയങ്ങളിൽ സംഭവിക്കാറുണ്ട്. പക്ഷേ എൻ്റെ റിസ്ക് റിവാർഡ് റേഷ്യോ ഞാൻ എടുക്കുന്നത് കറക്റ്റ് ആയതുകൊണ്ട് എനിക്കൊരിക്കലും ലോസസ് ഇല്ല. ഇൻ കേസ് അങ്ങനെ ലോസസ് എന്ന് പറഞ്ഞാൽ ഞാൻ ആവറേജിങ് ചെയ്യും, അന്നത്തെ ദിവസം പ്രോഫിറ്റ് ആക്കും, ഓവർ ട്രേഡിങ് ചെയ്യില്ല. സ്റ്റിൽ ഞാൻ അന്നൊന്നും എനിക്കൊരു വയസ്സ് വന്നു, ഞാനൊരു സിയിലേക്ക് ഒരു എൻട്രി എടുത്തു, മാർക്കറ്റ് ബിയിലേക്കാണ് പോയെന്ന് വിചാരിക്കും, അനലൈസ് തെറ്റിപ്പോയി. പക്ഷേ അവിടെ നിന്ന് പറയുമ്പോൾ റീട്രേസ്മെൻറ്റ് മാർക്കറ്റിലുണ്ടായിരിക്കും എപ്പോഴും. ആ റീട്രേസ്മെൻറ്റിൽ ഞാൻ എന്ത് ചെയ്യുന്നറിയാം, ആവറേജ് ചെയ്യും നെക്സ്റ്റ് ചെയ്യും. സോ മാർക്കറ്റ് സിയിലേക്ക് പോയി. മാർക്കറ്റ് എൻ്റെ ഞാൻ എടുത്ത ട്രേഡിൻ്റെ ഓപ്പോസിറ്റാണ് മാർക്കറ്റ്, പക്ഷേ ഞാൻ പ്രോഫിറ്റായി. വൈ? ആ റീട്രേസ്മെൻ്റ് എന്നൊരു സംഭവം മാർക്കറ്റിനകത്ത് എപ്പോഴും ഉണ്ടാവും, നമുക്കില്ല. അപ്പോൾ ഒരു 150 ഒരു എൻട്രി എടുത്തു, അത് 50 വന്നു. ആലോചിക്കാം, തിരിച്ച് മാർക്കറ്റ് പോകില്ല, കൺഫേമാണ്. എക്സ്പയറി ഡേ ഒന്ന് ട്രൈ ചെയ്യില്ല കേട്ടോ, എക്സ്പയറി ഡേയിലൊക്കെ ചെയ്താൽ പണിയില്ല, കൺഫേമാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? നമ്മളെന്താണ് ഈ 50 ഈ മാർക്കറ്റ് റീട്രേസ്മെൻറ്റ് എല്ലാ സമയങ്ങളിലും ഉണ്ടാവുമല്ലോ. ഈ മാർക്കറ്റ് 50 എന്തായാലും 100 വരെയൊക്കെ വീണ്ടും പോകും. ആ സമയത്ത് എന്താണ് അവിടെ എടുത്ത് എൻ്റെ ഡബിൾ ലോട്ട് എടുത്ത് ആവറേജ് ചെയ്യുക, അല്ലെങ്കിൽ സെയിം ലോട്ട് എടുത്ത് ആവറേജ് ചെയ്യുക. അപ്പോൾ എന്താണ് അവിടെ നിന്നുള്ള 50 ലോസും ഇവിടെ നിന്ന് 50 പ്രോഫിറ്റിന് കയറുമ്പോൾ എന്താണ് കാര്യമായി. ചെറിയൊരു പ്രോഫിറ്റ് നമ്മൾ 2-3 ലോട്ട് കൂടുതൽ വെച്ചുകൊണ്ട് പ്രോഫിറ്റാണ് എക്സിറ്റ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. ഞാൻ ആവറേജ് ചെയ്യുന്ന ഒരു വീഡിയോ മുമ്പ് സെയിം ലൈവ് വീഡിയോ പറഞ്ഞ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. കാരണം എന്താണ് അതൊന്ന് മാർക്കറ്റ് ഇപ്പോൾ നമുക്ക് പ്രീമിയം ഡേക്ക് അടിക്കുന്നതുകൊണ്ട് എനിക്കൊരു കൺഫ്യൂഷൻ വന്നു. ഞാൻ അത്യാവശ്യം നല്ല പ്രോഫിറ്റാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റിൽ ഇത് കണ്ടോ 90,000 രൂപ എത്തി. എൻ്റെ ലോസുകൾ കണ്ടാണല്ലോ 1,14,000 വരെ ലോസ് പോയിട്ടുണ്ടേ. ഇത് ബാക്കൊന്ന് ചെക്ക് ചെയ്യും, ബാക്കൊന്ന് അടിച്ച് നോക്കണം കേട്ടോ. 96,000 പ്രോഫിറ്റായി. ഓൾമോസ്റ്റ് 4-5% റിട്ടേൺസ് ആയിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ബുക്കിംഗ് ആണ് കേട്ടോ 5%. സ്റ്റാൻഡേർഡ് ബുക്കിംഗ് ചെയ്യാമെന്ന് വെച്ചാൽ ഞാൻ സ്റ്റാൻഡേർഡ് ബുക്ക് ചെയ്യാത്ത കാര്യം എന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല. ഓൾറെഡി ഞാൻ 1,14,000 റിസ്ക് എടുത്തേക്കില്ല, 6% റിസ്ക് എടുത്തേക്കില്ലേ. അപ്പോൾ ഞാൻ തിരിച്ചും 12% റിസ്ക് റിവാർഡ് റേഷ്യോ വേണ്ടേ. സോ റിസ്ക് റേഷ്യോ 12% വേണ്ടി വെയിറ്റിംഗ് ആണ് ഞാൻ. 6% ആയി. റിസ്ക് എടുത്ത സെയിം ആയി. 1:1 റിസ്ക് റിവാർഡ് റേഷ്യോ ആയിട്ടുണ്ട്.
ഇത് ഓൾറെഡി പറഞ്ഞല്ലോ, ലിക്വിഡിറ്റി ഏരിയയിലാണ് എൻട്രി എടുക്കുന്നത്. സോ ഒരിക്കലും ഇവിടെ ഒരു ഏരിയ ഇപ്പോൾ ഈ സമയത്ത് എൻട്രി എടുക്കരുത്. ഇറ്റ്സ് എ റോങ് ടൈമിൽ എൻട്രി ആണത്. ഇത് മാർക്കറ്റിൻ്റെ പേഷ്യൻസ് എന്താണ്, മാർക്കറ്റിൻ്റെ ഡിസിപ്ലിൻ, ആ പേഷ്യൻസ് എത്രത്തോളം വേണം എന്നതിന് വേണ്ടി മാത്രമുള്ള വീഡിയോ ആണ്, റെക്കോർഡിംഗ് ആണ്. 52 മിനിറ്റ് എടുത്ത് കേട്ടോ ഈ ട്രേഡിന് ഈ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ആലോചിക്കണം എൻ്റെ ക്ഷമ എത്രത്തോളം നമുക്കുണ്ടായിരുന്നു. നമ്മുടെ അനലൈസ് പ്രോപ്പർ ആവുകൊണ്ടാണ് ഇതെങ്ങനെ ഇത് വലിയ കാര്യമൊന്നുമല്ല, നിങ്ങൾക്ക് പറ്റുന്നതേ ഉള്ളൂ. എല്ലാവർക്കും പറ്റും, എല്ലാവർക്കും പറ്റും. ഒന്ന് വിചാരിച്ചാൽ മാത്രം മതി. 1,13,000, 16,000, 1,62,000, 74,000 ഓൾ 11% റിട്ടേൺസ് ആയി. റിസ്ക് റിവാർഡ് റേഷ്യോ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. 1,27,000, 24, 11, 1,10,000 വീണ്ടും കുറയുന്നുണ്ട്. എന്നിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുവാണ്. എനിക്കൊരു ഏരിയ ഉണ്ട്, അവരുടെ വ്യൂസ് എന്തായാലും അവിടെ കിട്ടുമെന്ന് എനിക്കൊരു കൺഫർമേഷൻ. വ്യൂസ് കിട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ റീറ്റേസ്മെൻറ്റ് ഏരിയയിൽ ഞാൻ എക്സിറ്റ് ചെയ്യും. ഇതിൽ നമുക്ക് എത്രയാണ് 11.41%, അതായത് 2,31,000 പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. ഞാൻ സ്റ്റിൽ എക്സിറ്റ് ചെയ്തിട്ടില്ല. എൻ്റെ ട്രേഡിംഗ് പ്ലാനിനോ ഞാൻ പറഞ്ഞല്ലോ, ആ റിസ്ക് റിവാർഡ് റേഷ്യോ കറക്റ്റ് ആകുമ്പോഴത്തേക്ക് ഞാൻ ബുക്കിംഗ് പ്ലാൻ ചെയ്യും. പക്ഷേ ആ ബിയോസ് ഏരിയ വന്ന ശേഷം മാത്രമേ ഞാൻ ബുക്കിംഗ് പ്ലാൻ ചെയ്യുള്ളൂ. എൻ്റെ പ്ലാൻ 1,41,000 ആയിട്ടുണ്ട് പ്രോഫിറ്റ്. $1,80,000 നോക്കാം, എത്ര നോക്കാം. 1,53,000, 13% ആയിട്ടുണ്ട് റിട്ടേൺസ്. സ്കവർ ഓഫിൽ പ്ലാൻ ചെയ്യുവാണ്. 2,00,000, 2,58, 2,71. ആക്ച്വലി 2,80,000 അത് എക്സിറ്റ് ചെയ്തത് കേട്ടോ.